السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വാർഷിക ഇസ്തിമ വഖഫാത്തെ നൗബിൽ പങ്കെടുക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 40 വർഷമായി വഖഫ് നൗ സ്കീം തുടങ്ങിയിട്ട്. നിങ്ങളിൽ പലരും തന്നെ പെൺകുട്ടികൾ 20 വയസ്സ് 30 വയസ്സിൻ്റെ ആ പ്രായം എത്തിയിരിക്കും. അതുപോലെ തന്നെ ചിലർ കുട്ടികളുടെ ഉമ്മമാരുമായിട്ടുണ്ടായിരിക്കും. വഖഫിൻ്റെ പുതിയ ഒരു മാതാക്കളായി മാറിയിരിക്കുക, ഒരു പുതിയൊരു തലമുറയുടെ മാതാക്കളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖഫിനത്തെ നൗ എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പ്രതിജ്ഞകൾ നിറവേറ്റുക മാത്രമല്ല ചെയ്യേണ്ടത്, ഇസ്ലാമിക അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാൽ മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ കുട്ടികളിലും ആ നല്ല തർബീയത്ത്, അവരുടെ സ്വഭാവ സംസ്കരണം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവ് ഏറ്റവും കൂടുതൽ തൻ്റെ കുട്ടികളോടൊപ്പം സമയം കഴിച്ചു കൂട്ടുന്നവരാണ്. അതുകൊണ്ട് ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഉമ്മമാരാണെങ്കിൽ, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഉമ്മമാരായിത്തീരാൻ ഒന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വഖഫാത്തെ നൗ അല്ലെങ്കിൽ വഖഫ് നൗ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടുതലായി സ്ഥിരമായി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ആത്മീയമായ ഉയർച്ചയും അതുപോലെ തന്നെ സ്വഭാവ സംസ്കരണത്തിലും ഉയർച്ച കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളെയും നല്ല രീതിയിൽ തർബീയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അവരും നല്ല മുത്തഖീങ്ങളായി തീരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ഗുണപ്രദമായിരിക്കുന്ന വ്യക്തികളായി അവർ മാറേണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുകയാണെങ്കിൽ പോലും തലമുറയുടെ സംരക്ഷിക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തലമുറ ഏതെല്ലാ രീതിയിലും ദീനിനുമായി നമ്മുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായി മാറേണ്ടതാണ്. ഇങ്ങനെ അഹമ്മദി മാതാപിതാക്കൾ കുട്ടികളിൽ സ്വഭാവ സംസ്കരണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ദീനിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പിന്നീട് നശിച്ചു പോകുന്നതായിരിക്കും. ചരിത്രം ഇതാണ് പറയുന്നത്. ആരാണോ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് അവർ അധപ്പതനത്തിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളിൽ
അള്ളാഹുവിൻ്റെ വലിയൊരു ഫضലാണ് നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ പൂർവികരുടെ ഇതിനേക്കാളും കൂടുതൽ വിദ്യാഭ്യാസം നിങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹത്താൽ നിങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അർപ്പിതമായിരിക്കുന്നത്. ആ അറിവ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫലമെടുത്തുകൊണ്ട് നിങ്ങൾ ചുറ്റുമുള്ള ആളുകളെ, നിങ്ങളുടെ കുട്ടികളെ പ്രത്യേകിച്ച് നല്ല സന്മാർഗത്തിലേക്ക് ചലിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും തന്നെ നിങ്ങളുടെ കുട്ടികളെ വിവിധ വെല്ലുവിളികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ആ വെല്ലുവിളികളെ നേരിടാൻ അവരെ നിങ്ങൾ സഹായിക്കേണ്ടതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെയാണ് ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ സ്വഭാവ സംസ്കരണമില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഇസ്ലാമിൻ്റെ മനോഹരമായിരിക്കുന്ന അധ്യാപനങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പല മാതാക്കളും എനിക്ക് എഴുതാറുണ്ട്. അവർ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ചിന്ത, അവരുടെ വിഷമം രേഖപ്പെടുത്താറുണ്ട്. അവരുടെ പെൺകുട്ടികൾ അവർ വളരുന്നതനുസരിച്ചുകൊണ്ട് അവർ ദീനിൽ നിന്നും അകന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ജമാഅത്തിൽ നിന്നും അവർ ദൂരപ്പെട്ടു പോകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ജമാഅത്തുമായി ബന്ധപ്പെടുത്തി നിർത്താനും അവരെ ദീനുമായി വരെ ബന്ധപ്പെടുത്തി നിർത്തേണ്ടതും നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ഈ നിങ്ങളുടെ ബന്ധം അല്ലാഹുമായിട്ട് വളരെ ശക്തമാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് ഒരിക്കലും തന്നെ അചഞ്ചലമായിരിക്കുകയും ചെയ്യേണ്ടതാണ് ആണ്. അതുപോലെ തന്നെ ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുകയും വേണം. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം, അത് പഠനത്തിൽ നിങ്ങൾ ചെലവ് കഴിച്ചു കൂട്ടണം. നിങ്ങളുടെ ഈ അള്ളാഹുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇസ്ലാമിൻ്റെ സത്യതയിൽ നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് എന്നും നിങ്ങളുടെ പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും കണ്ടുവരുന്നത് അത് പാശ്ചാത്യ സമൂഹങ്ങളിൽ ജീവിക്കുന്ന അഹമ്മദി കുടുംബങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അതായത് അവരുടേതായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എത്രമാത്രമെന്നാൽ അവർ വഖഫേന കുട്ടികളും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ പ്രതിജ്ഞയെക്കാളും അതിനാണ് മുൻതൂക്കം വരെ നൽകുന്നത്. അവർ അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുന്നതിന് പകരമായി കൂടുതൽ അവർ ചിന്തിക്കുന്നത് അവരുടെ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾ, അവകാശങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹം നടക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രയാസങ്ങളെ നേരിടേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രയാസങ്ങൾ അത് മുഖേന നിങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കലും തന്നെ നിങ്ങൾ വിശ്വാസത്തെ പുറകോട്ട് തള്ളരുത്. നിങ്ങളുടെ പ്രഥമമായ പ്രവൃത്തി അള്ളാഹുമായിട്ടുള്ള സുജീവമായിരിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതായിരിക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ ഒരിക്കലും വിടാത്ത ഒരു ശക്തമായൊരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളെ ദീനി അറിവ് കരസ്ഥമാക്കുന്നതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. പല മാതാക്കളും നിങ്ങളിൽ തീർച്ചയായും പല പെൺകുട്ടികളും അവർ പ്രായപൂർത്തി എത്തിയ പല പെൺകുട്ടികളും, അതായത് ടീനേജേഴ്സ് ആണെങ്കിലും മാതാക്കളാണെങ്കിലും ചെറിയവരാണെങ്കിലും നിങ്ങളെല്ലാവരും തന്നെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനി അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. ഇത് മുഖേനയാണ് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, നിങ്ങളുടെ വരും തലമുറയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ നിങ്ങളുടെ അറിവ്, ആ അറിവ് നിങ്ങളെ ഭൗതികമായിട്ടും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ കാരണമായി തീരുന്നതാണ്.
തബ്ലീഗ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് കരുതരുത്. അഹമ്മദി സ്ത്രീകളുടെയും ഉത്തരവാദിത്തമാണ്. അവരും പൂർണ്ണമായ രീതിയിൽ തബ്ലീഗ് ചെയ്യുക എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നത് തുടക്കം മുതൽ തന്നെ മുസ്ലിം സ്ത്രീകൾ അവർ വലിയ ത്യാഗങ്ങൾ ദീനിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പലതും അത് നമ്മൾ പറയാറുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളുടെ ദീനിൻ്റെ പകുതി അവരിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാരായിരിക്കുന്ന സഹാബാക്കളും പലരും തന്നെ അവരിൽ നിന്ന് ദീൻ പഠിക്കുകയുണ്ടായി. ഇസ്ലാമിക അധ്യാപനത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധാരണകൾ നീക്കുന്നതിന് വേണ്ടി അഹമ്മദി സ്ത്രീകളുടെയും ഈ കാര്യത്തിൽ മുന്നോട്ട് വരികയും അവരിങ്ങനെയുള്ള ചർച്ചകളിൽ വരികയും പുരുഷന്മാരോടൊപ്പം നിന്നുകൊണ്ട് അവർ തബ്ലീഗ് രംഗത്ത് മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെ സ്ത്രീകൾ മീഡിയ പ്രോഗ്രാമിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വാഖഫാത്തായ നിങ്ങളുടെ ദീനി അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ സത്യത്തിൻ്റെ തെളിവുകൾ നിങ്ങളടുത്തുണ്ടാവുകയും അത് മുഖേന ഇസ്ലാമിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി നിങ്ങൾ പറയുക. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന മതമാണ് എന്നുള്ള ആക്ഷേപത്തിന് നിങ്ങൾ മറുപടി പറയണം. ദൃഢവിശ്വാസത്തോടുകൂടി, ദൃഢജ്ഞാനത്തോടുകൂടി നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള സമത്വം സ്ഥാപിക്കുന്ന മതമാണ് എന്നുള്ള ദൃഢജ്ഞാനത്തോടുകൂടി നിങ്ങൾ പ്രചരണം നടത്തുക. സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും നൽകുന്ന മതമാണ് ഇസ്ലാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം ഇത് നൽകിയിട്ടുണ്ട്. 100 വർഷം ഈ പാശ്ചാത്യ നാടുകളിൽ 100 വർഷം മുമ്പാണ് അവർ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കും, ഇസ്ലാമാണ് ഇങ്ങനെയെല്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ നൽകിയിട്ടുള്ള മതം, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നൽകിയിട്ടുള്ള മതം. അങ്ങനെ ഇസ്ലാമിക സന്ദേശത്തിൻ്റെ പ്രചാരകരായി നിങ്ങൾ മാറണം. അഹമ്മദി സ്ത്രീകൾ ബ്രിട്ടനിലും ജർമ്മനിയിലും മറ്റു നാടുകളിലും ഏത് രീതിയിലാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ അവർ മീഡിയകളിൽ ഇതെല്ലാം തന്നെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിലുള്ള ശക്തി, അവരുടെ പ്രതാപം, അതേപോലെ തന്നെ സംസാരിക്കുന്ന രീതി, അത് എല്ലാം തന്നെ തെളിയിച്ചു കാട്ടിയിരിക്കുന്നത് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ, തെറ്റായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന മതമാണ് എന്നുള്ള പ്രചരണം, ഈ സ്ത്രീകളുടേതായിരിക്കുന്ന പ്രചരണവും അവരുടേതായിരിക്കുന്ന അവതരണവും അത് തെറ്റാണ് എന്ന് തെളിയിച്ച് കാട്ടിയിരിക്കുകയാണ്. നിങ്ങൾ പർദ്ദയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീഡിയകളിൽ നിങ്ങൾക്ക് പർദ്ദകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ഉന്നതമായിരിക്കുന്ന അധ്യാപനങ്ങളും നിങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങൾ സാധിക്കും. ഇസ്ലാമിനെതിരിൽ വരുന്ന ആക്ഷേപങ്ങൾക്ക് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. പർദ്ദ എന്ന് പറഞ്ഞാൽ പർദ്ദ നിങ്ങൾ ധരിച്ചുകൊണ്ട് പർദ്ദയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു തടസ്സമുണ്ടാവുകയില്ല. ഖിലാഫത്തിൻ്റെ ആ കാലത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുകയുണ്ട്, അഹമ്മദി സ്ത്രീകൾ അവർക്കൊരിക്കലും തന്നെ പുരുഷന്മാരുടെ മുമ്പാകെ ഏതെങ്കിലും കാര്യം പറയുകയോ പ്രചരിപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന തെറ്റല്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പല ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്ത് കാണിക്കുകയുണ്ടായി. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദാഹരണമാണ് ഖലീഫത്തുൽ സാനി എടുത്ത് പറഞ്ഞത്. എങ്ങനെയാണ് അവർ പുരുഷന്മാർക്ക് അവരുടെ ദീനീപരമായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന്. അങ്ങനെ അവരെ പഠിപ്പിച്ചിരുന്നു ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധി വൈഭവം അത് വളരെ ഉന്നതമായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. വളരെ നിഗൂഢമായ രഹസ്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വളരെ ഗഹനമായ പാഠങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു പുരുഷന്മാരെക്കാളും കൂടുതൽ.
ഇസ്ലാമിൻ്റെ വിവിധ അധ്യാപനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഒരു മോഡലാണ്, ഒരു മാതൃകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാണ്. ഒരു അഹമ്മദി പ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരുടെ ദീനിനെ ദുനിയേക്കാൾ മുന്തിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിതം മുഴുവനും പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ മുഴുവനും നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി വിനിയോഗിക്കുന്നതാണ് എന്നും അങ്ങനെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പൈഗാം സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആക്ഷേപിക്കുന്ന ആളുകൾ അവർക്ക് മറുപടി പറയേണ്ടത് നിങ്ങളുടെ പ്രഥമ കടമയാണ്. ഇസ്ലാമിക അധ്യാപനം നിങ്ങൾ പ്രചരിപ്പിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക എതിരാളികൾ എപ്പോഴും തന്നെ ഇത്ര ആക്ഷേപം ഉന്നയിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സമത്വം നിലനിർത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളാണ് സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നത് എന്നുള്ളതും ഈ സ്ത്രീകളുടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളാണ് പോരാടുന്നത് എന്നവർ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അവരിതിൽ ആത്മാർത്ഥതയുള്ളവരല്ല. അവരുടെ പ്രവർത്തനങ്ങൾ സത്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പാശ്ചാത്യ നാടുകളിൽ യുദ്ധം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി പല പെൺകുട്ടികളും നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികൾ അവർ വധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. അവർ സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവർ അറിവ് കരസ്ഥമാക്കുന്ന സ്ഥലങ്ങൾ അതെല്ലാം തന്നെ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ എതിരാളികൾ ഇതാണോ നമ്മളോട് പറയുന്നത് ഞങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എന്ന്? തീർച്ചയായും ഈ പാശ്ചാത്യ നാടുകളിലുള്ള സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് കാരണത്താലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവരുടെ പ്രവർത്തികൾ സ്വയം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് വിവിധ പദ്ധതികൾ, സ്കീമുകൾ, മൂവ്മെൻറ്റ്സുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. യഥാർത്ഥത്തിൽ മതപരമായ രീതിയിൽ ഇസ്ലാം മാത്രമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ പൂർണ്ണമായ രീതിയിൽ നൽകിയിട്ടുള്ളത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയിട്ടുള്ളത്. 1400 വർഷം മുമ്പ് തന്നെ ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള മതമാണ്. തുടക്കം മുതൽ ഇസ്ലാം ഈ അവകാശങ്ങൾ സ്ഥാപിക്കുകയും സമത്വം സ്ഥാപിക്കുകയും ചെയ്തു. സ്ത്രീ പുരുഷനും തമ്മിലുള്ള സമത്വം ഇസ്ലാമാണ് സ്ഥാപിച്ചത്. ഏതൊരു അഹമ്മദി കുട്ടിക്കും സ്ത്രീക്കും ഒരിക്കലും തന്നെ അപകർഷത ബോധമുണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിനെ വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയണം. നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ മഹത്വം സ്ഥാപിച്ചിട്ടുണ്ട്, അത് വളരെ ഉന്നതമാണ് എന്ന് നിങ്ങൾക്ക് എടുത്തു പറയണം. അള്ളാഹു തആല വിവിധ ഉത്തരവാദിത്തങ്ങൾ, വിവിധ ജോലികൾ പുരുഷന്മാർക്കും നൽകിയിട്ടുണ്ട്, സ്ത്രീകൾക്കും അവരുടേതായിരിക്കുന്ന ജോലികൾ നൽകിയിട്ടുണ്ട്. ഇത് പ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ജോലികൾ വേർതിരിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈക്വലാണ്, തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും തന്നെ ലിംഗവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നില്ല. മനുഷ്യൻ്റെ തഖ്വ എത്രയുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സ്ഥാനമാനങ്ങൾ ഉയരുന്നതാണ്, അവരുടെ പ്രവർത്തികൾ മനസ്സിലാക്കുന്നതാണ്. സമത്വത്തിൻ്റെ പേരിൽ ഇസ്ലാം പറയുന്നത്, അത് വ്യക്തമായി പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, കുട്ടി ജനിക്കുക എന്നുള്ള മാതാപിതാക്കളുടെ തീരുമാനമാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം
സ്ത്രീകൾക്ക് അതിൽ കൽപ്പിക്കാനൊന്നും പാടില്ല. സ്ത്രീകളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മെഹറിൻ്റെ നിശ്ചയിച്ചിരിക്കുന്നു. വിവാഹ സമയത്ത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വിവാഹത്തിൽ നൽകേണ്ടതാണ്. ഇസ്ലാം സ്ത്രീകളെ വീടുകളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപം അത് നിരർത്ഥകമാണ്. എത്രയോ ജോലിക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളുണ്ട്, പല ജോലികളുമുണ്ട്, അതിൽ സ്ത്രീകൾ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവർ പർദ്ദ ധരിച്ചുകൊണ്ട് തന്നെ, പർദ്ദ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വാഖ്ഫെ നൗ എന്നുള്ള ആയതുകൊണ്ട് നിങ്ങളൊരു ചെയ്യേണ്ടത്, നിങ്ങൾ ജനങ്ങളോട് പറയുക, ഈ അധ്യാപനങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ തെറ്റിദ്ധാരങ്ങളെ നീക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അറിവില്ലാതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരോട് അവരുടെ തെറ്റിദ്ധാരണ നീക്കുക. അത് നിങ്ങളുടെ ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനെ പഠനം നടത്തണം, വിശുദ്ധ ഖുർആൻ പഠിക്കണം. അതിന് വളരെ ഗഹനമായ പഠനം നടത്തുക. നിത്യവും ഖുർആൻ പാരായണം നിങ്ങൾ ചെയ്യണം, അതിൻ്റെ തർജ്ജമ നിങ്ങൾ വായിക്കണം, അതിൻ്റെ തഫ്സീറുകൾ നിങ്ങൾ പഠിക്കണം. ഒരു നാഷണൽ ഇസ്തിമായിൽ പങ്കെടുത്തത് കുറച്ച് മണിക്കൂറുകൾ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാവുകയില്ല. നിങ്ങളുടെ ഹാസിരി അത് ലക്ഷണമൊത്തതായി തീരണമെങ്കിൽ, ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു വികാരമുണ്ടാക്കിയെടുക്കണം. അതായത് നിങ്ങളുടെ ദീനീപരമായ അറിവിൽ നിങ്ങൾ വർദ്ധിക്കണം, അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഇസ്ലാമിക അധ്യാപനം അനുസരിച്ചുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലും പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും തന്നെ 15 വയസ്സിന് കൂടുതലായിട്ടുള്ളവർ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരായവരാണ്. നിങ്ങൾ ഇസ്ലാമിക അധ്യാപനം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഇസ്ലാമിന് എതിരിൽ വരുന്ന എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടോ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം വിശുദ്ധ ഖുർആനെ പഠിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ മതപരമായിരിക്കുന്ന, സംസ്കാരപരമായിരിക്കുന്ന, ധാർമ്മികപരമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ കുട്ടികളുടെ അധ്യാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു മാതാവ്, ഒരു കുട്ടി, ഒരു സഹോദരി എന്നുള്ള നിലയിൽ എങ്ങനെയെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാസ്റ്റർ ഡിഗ്രി എടുത്ത കുട്ടികളുണ്ട്, PhD എടുത്ത കുട്ടികളുണ്ട്, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ കുട്ടികളുണ്ട്. പല അഹമ്മദി സ്ത്രീകളും വാഖ്ഫെ നൗത്തിൽ നിന്നും അവർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടർ, അതേപോലെ തന്നെ ടീച്ചേഴ്സ്, ലോയേഴ്സ്, എൻജിനീയർ, മറ്റ് പല ജോലികളും ചെയ്യുന്നവരായിട്ടുണ്ട്. വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതെല്ലാം തന്നെ. അഹമ്മദി പെൺകുട്ടികൾ കൂടുതലായും അവർ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയതിന് ശേഷവും, ഇങ്ങനെ വലിയ ഉദ്യോഗങ്ങൾ കയറിയതിന് ശേഷവും നിങ്ങൾ വെറും ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കരിയറിൽ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ദീനിൽ നിന്നും അകലുകയുമാണെങ്കിൽ, ആ അധ്യാപനങ്ങൾക്ക്, ആ വിദ്യാഭ്യാസത്തിൽ എന്ത് ഗുണമാണുള്ളത്? വഖ്ഫെ നൗവിൽ ചേർന്നത് കൊണ്ട് എന്ത് ഗുണമാണ് പിന്നുള്ളത്? മറിച്ച് വഖ്ഫെ നൗ എന്നുള്ള നിലയിൽ അത് നിങ്ങളുടെ വഖ്ഫെ നൗ എന്നുള്ളത് പിന്നീട് വെറും ഒരു പാഴ്വേലയായി മാറുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം, പഠനത്തോടൊപ്പം നിങ്ങൾ കൂടുതൽ നിത്യവും നിങ്ങളുടെ കുറച്ച് സമയമെങ്കിലും മതപരമായ പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ്. അപ്പോഴായിരിക്കും നിങ്ങൾ യഥാർത്ഥ വാഖിഫെ നൗ ആയിത്തീരുക. അപ്പോഴാണ് നിങ്ങളുടെ ദീനിൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുന്നവരായി മാറുക, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറുക. അത് നിങ്ങളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക. ഈ അധ്യാപനങ്ങൾ
അങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ദ്വായോടുകൂടി നിങ്ങളുടെ അധ്യാപനം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വീടുകളിലുള്ള പ്രശ്നങ്ങൾ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, പല കുടുംബങ്ങളിലും അതുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് തൻ്റെ അവകാശങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, വീട്ടിൽ അവൻ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ, അവൻ്റെ കഴിവനുസരിച്ചുകൊണ്ട് അവനത് ചെയ്യുന്നില്ലെങ്കിൽ, ദീനിനെ ദുനിയാവിനെ മുൻനിർത്തിച്ചുകൊണ്ട് സ്ത്രീകൾ ഭാര്യമാർ ശ്രമിക്കേണ്ടത് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നല്ല രീതിയിൽ ക്ഷമയോടുകൂടി നിങ്ങൾ ഈ പ്രവർത്തിക്കേണ്ടതാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതിനെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഫാമിലി യൂണിറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ കുട്ടികളെ സംരക്ഷണം നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളും അവരുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും ഉള്ള ധാർമ്മികമായിരിക്കുന്ന ഗുണങ്ങൾക്ക് ഒരു വിധത്തിലുള്ള വിഘ്നമുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവ് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, അവൻ്റെ കടമകൾ നിറവേറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ആ ഒരു ഗ്യാപ്പിനെ, ആ കുറവിനെ നികത്തുന്നതിന് വേണ്ടി നിങ്ങളാണ് കൂടുതലായിട്ട് മുന്നോട്ട് വരികയും അവർക്ക് തർബിയത്ത് നൽകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത്. ഓരോ അഹമ്മദി സ്ത്രീയും, പ്രത്യേകിച്ച് വാക്കിഫേനൗ, അവർ ആത്മാർത്ഥതയോടുകൂടി അത് വിനയം പ്രകടിപ്പിക്കേണ്ടതാണ്. എപ്പോഴും നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ, സൽപ്രവൃത്തി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഹിദ്മത്ത് ഓരോന്നും തന്നെ ദൈവപ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഉത്തരവാദിത്തം നൽകുന്നുണ്ട് ജമാഅത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഡ്യൂട്ടി ജമാഅത്തിൽ ജലസയിൽ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഇസ്തിമായി നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണമായും ആ ഡ്യൂട്ടി പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യുക. അതല്ലാതെ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നല്ല ഡ്യൂട്ടിക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പുകഴ്ത്താൻ വേണ്ടി ആവരുത്. ഓർക്കുക, നിങ്ങളുടെ വഖഫ്, അതിലുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ആ വികാരം, അത് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ പലപ്പോഴും തന്നെ പറയാറുള്ള ഞങ്ങളെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കടുത്ത് സമയമില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും, അതുപോലെ തന്നെ ദീനീ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് ചില സ്ത്രീകൾ പറയാറുണ്ട്. എന്നാൽ ഇബാദത്തിൻ്റെ കടമ നിറവേറ്റുക അത് ഏറ്റവും പ്രഥമമാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റ് ജോലികളെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കടമ ആദ്യം നിറവേറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. അവനെ ഇബാദത്ത് ചെയ്യുന്നത് നിങ്ങൾ സമയം ചെലവഴിക്കുക. നമസ്കാരം, അതുപോലെ തന്നെ ഫർള് നമസ്കാരം, നഫൽ നമസ്കാരം അനുഷ്ഠിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഒരു തലമുറയെ, തഖ്വയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചലിക്കുന്ന തലമുറയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പർദ്ദ അവർ സംരക്ഷിക്കേണ്ടത് വഖഫേനോ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പർദ്ദയുടെ സ്ഥാനം ഏറ്റവും ഉന്നതമായിരിക്കേണ്ടതാണ്. നല്ലൊരു ഒരു മാതൃക നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഈ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങളൊരു കാരണമായി തീരുന്നതാണ്. നിങ്ങളൊരിക്കലും മറന്നു പോകരുത് ഒരു കാര്യം. അതായത് നിങ്ങൾ വലിയൊരു ലക്ഷ്യമുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ. അത് നിങ്ങൾ ലോകത്തിനെ അള്ളാഹുവിലേക്ക്, അവൻ്റെ സൃഷ്ടാവിലേക്ക് വിളിക്കുക എന്നുള്ളതാണത്. അവനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിഡ്ഢികളായിരിക്കുന്ന ആളുകൾ അവർ പറയട്ടെ, അതായത് നിങ്ങളുടെ മതം നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളതിന് മറുപടി പറയേണ്ടത്, ഇസ്ലാം എത്ര ശക്തിയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അവരോട് പറയുക, യഥാർത്ഥ രീതി ഞങ്ങളാണ് സ്വതന്ത്രർ എന്ന് പറയണം. അങ്ങനെ ഭൗതികമായിരിക്കുന്ന കെട്ടുപാടിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരാണ്. അതേപോലെ തന്നെ ദുഷ്പ്രവർത്തികളിൽ നിന്നും, നിർലജ്ജമായിരിക്കുന്ന പ്രവർത്തികളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാണ്. ഞങ്ങളതിൽ പങ്കെടുക്കുന്നില്ല. ഇനി
നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ ലോകത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. ഈ ആത്മീയമായിരിക്കുന്ന വിപ്ലവം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് കഴിയില്ല നിങ്ങൾ കണക്ക് കൂട്ടരുത്. അങ്ങനെ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴും തന്നെ മുന്നിൽ വെക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ അധ്യാപനം, നിങ്ങളുടെ അറിവ്, അതിന് വില ഉണ്ടാക്കുന്നത് ആ അറിവും ആ ജ്ഞാനവും അള്ളാഹുവിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, സേവനത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ മാത്രമേ അതിന് വരെയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഈ അധ്യാപനങ്ങൾ കരസ്ഥമാക്കുക, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുക എന്നുള്ളത് ഒരു ഗുണവും ചെയ്യുന്നതല്ല. മറ്റുള്ളവരും വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത്, നിങ്ങളും കരസ്ഥമാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരായി നിങ്ങൾ മാറണം. മനുഷ്യകുലത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരായി നിങ്ങൾ മാറണം. അങ്ങനെ അപ്പോഴാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുക. യഥാർത്ഥ വിജയമുണ്ടാകുന്നത് ഈ ലോകത്ത് നിങ്ങളിൽ ഒരു വലിയ വികാരം നിങ്ങളിൽ ഉണ്ടായിരിക്കണം, ഒരു ആവേശം ഉണ്ടായിരിക്കണം ദീനീ സേവനത്തിന് വേണ്ടി. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ത്യാഗത്തിന് മുൻപന്തിയിലുണ്ടാവുക. ചരിത്രം ഇതാണ് നമ്മളോട് പറയുന്നത്. ഉദാഹരണമായി മാത്യു, അതായത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മത്തായി സുവിശേഷത്തിൽ സ്ത്രീകൾ, സഹാബിമാരായ സ്ത്രീകൾ, സാബിയാത്ത്, വനിതകളായിരിക്കുന്ന സാബിമാർ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 3 ദിവസം കുരിശ് സംഭവത്തിന് ശേഷം അവരെ ശുശ്രൂഷിച്ചവരാണ്. എന്നാൽ പുരുഷന്മാർ അവർ ഭയപ്പെട്ടുകൊണ്ട് അവർ ഓടി നടക്കുകയായിരുന്നു. അവർ സേവനത്തിന് വന്നില്ല. അതിനുശേഷം അവിടെ അവർ ഖബർ കാലിയാണെന്ന് കണ്ടപ്പോൾ ഈസാ അലൈഹി സ്വലാം എവിടെ പോയി, ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അവർ സംശയിച്ചു. അവർക്ക് മനസ്സിലായി. പിന്നീടാണ് അവരെ കണ്ടത് പോയിട്ട്. ഈ ആത്മാർത്ഥമായിരിക്കുന്ന സേവനം ആ സ്ത്രീകൾ, ഈസാ നബിയെ സേവിച്ച സ്ത്രീകൾ, എല്ലാ ത്യാഗത്തിനും അവരാണ് തയ്യാറായിരുന്നത് അവരുടെ ദീനിന് വേണ്ടി. അവർക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹിൻ്റെ പിൻപറ്റുന്നവരാണ്. നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ വഖഫ് ചെയ്തവരാണ്. നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ത്യാഗം ചെയ്യേണ്ടവരല്ലേ? തീർച്ചയായും ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിച്ചു നോക്കുക. പല സ്ത്രീകളും, മുസ്ലിം സ്ത്രീകളും വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടില്ലേ? അവർ വ്യക്തിപരമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിക ആത്മീയമായ വിജയത്തിന് അവരുടേതായിരിക്കുന്ന സ്ഥാനം, ഒരു ഭാഗതയും അവർ നിയോഗിക്കുകയുണ്ടായി. സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെ സേവനം ചെയ്തു എന്ന് ഞാൻ പറയുകയുണ്ടായി. പല യുദ്ധങ്ങളിലും ഖിലാഫത്ത് റാഷിദയുടെ കാലത്തും സ്ത്രീകൾ വലിയ വലിയ ത്യാഗങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. പല സ്ത്രീകളും ഒന്നാമത്തെ സഫിൽ പോയി, അതായത് മുൻനിരയിൽ നിന്നുകൊണ്ട് അവർ പോരാടിയിട്ടുണ്ട്. പലരും തന്നെ മുറിവ് കെട്ടി. ഈ ഉദാഹരണങ്ങൾ ഇതൊന്നും കഥകളല്ല, വെറും വായിച്ചു തള്ളാനുള്ള കഥകളല്ല. ഇത് നിങ്ങൾക്ക് ത്യാഗം ചെയ്യാനുള്ള മാതൃകകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ, ഉന്നത സ്ഥാനം ഇസ്ലാം എന്താണ് സമർപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സ്ഥാനമാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. ഈ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ത്യാഗത്തിനും നിങ്ങളും ഓരോരുത്തരും തയ്യാറായിരിക്കേണ്ടതാണ്. എല്ലാ ത്യാഗങ്ങൾക്കും നിങ്ങൾ തയ്യാറായിത്തീരുക നിങ്ങളുടെ ദീനിന് വേണ്ടി. അഹമ്മദി എല്ലാ സ്ത്രീകളും അവരുടെ ഉത്തരവാദിത്തമാണ്
ഈ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതം വഖഫ് ചെയ്ത സ്ത്രീകൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടതും കൂടിയാണ്, കടമയാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എല്ലാ കഴിവും നിങ്ങളുടെ കഴിവനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനത്തെ പ്രചരിപ്പിക്കുക, കുട്ടികളുടെ ശിക്ഷണം നൽകുക, ഭൗതികമായിരിക്കുന്ന എല്ലാ കാര്യത്തെക്കാളും ദീനിന് മുൻഗണന നൽകുക, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസം മറ്റു ജോലികളും എല്ലാം തന്നെ അതും നല്ലതാണ്, അതും ചെയ്യേണ്ടതാണ്, തീർച്ചയായും ചെയ്യണം. അതോടൊപ്പം തന്നെ ദീനി അറിവും കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അത് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോഴും പഠനം നടത്തുമ്പോഴും അവളായിരിക്കും അതിൻ്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദീനി അറിവ് കൂടുതൽ വർദ്ധിക്കുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുത്തുബ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതാണ്, ഖലീഫമാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതാണ്, ജമാഅത്തിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതാണ്. ഇത് മുഖേന നിങ്ങൾക്ക് സ്വയം ഇസ്ലാം എടുത്താൽ നിങ്ങൾ സാധിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് യഥാർത്ഥ മാർഗനിർദ്ദേശം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. ചെറിയ പെൺകുട്ടികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാസറാത്തുകൾ ഇവിടെയുണ്ട്, നിങ്ങളും നിങ്ങളുടെ അധ്യാപനത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നല്ല കഠിനാധ്വാനം ചെയ്യുക, വിശ്വാസത്തിൽ ദൃഢരായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അത് നിങ്ങൾ സ്വാധീനിക്കരുത് നിങ്ങളെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇസ്ലാമിക അധ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആരെയും പരിഹസിക്കുകയാണെങ്കിൽ, നിങ്ങളിങ്ങനെ മൂടിപ്പൊച്ച് നടക്കല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും തന്നെ ചഞ്ചലമായി നിൽക്കേണ്ടതാണ്. അവർ പരിഹസിക്കട്ടെ, അവരെന്ത് പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ ധരിച്ചിരിക്കുന്ന, ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന വിശ്വാസം ഏറ്റവും ഉന്നതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കലും തന്നെ ബലഹീനമാക്കരുത്. അവരോട് പറയുക, ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് ഇതെല്ലാം ധരിച്ചത് കൊണ്ട്, ഈ ലോകത്തിൻ്റെ ധാർമ്മികതയെ ശരിപ്പെടുത്താനും അതുപോലെ തന്നെ ഇല്ലാതായിക്കൊണ്ട ധാർമ്മികതയെ കൊണ്ടുവരിക, അതുപോലെ തന്നെ ആ ലോകത്ത് നന്മയെ സ്ഥാപിക്കുക ഞങ്ങളുടെ ലക്ഷ്യമാണ്. അങ്ങനെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതായത് കൂടുതൽ നന്മയിലേക്ക് നിങ്ങൾക്ക് പോകുന്നതായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് അതൊരു ആവേശമായി അതിനെ കുറിച്ച് മറുപടി പറയുന്നതിനും അതിൻ്റെ പ്രാവർത്തികമായ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുന്നവരായി നിങ്ങൾ മാറേണ്ടതാണ്. യഥാർത്ഥ സമാധാനം ലോകത്ത് ഉണ്ടാക്കുന്നത്, ശാന്തി ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലാണ്. അത് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുക, സൃഷ്ടികളോട് കടമ നിറവേറ്റുക. നിങ്ങൾ നന്മയിൽ നിങ്ങൾ മുന്നേറുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സമാധാനത്തിൻ്റെ ഈ പ്രകാശദീപമായി നിങ്ങൾ മാറുന്നതാണ്. അങ്ങനെ മോക്ഷത്തിൻ്റെ മാർഗമായി നിങ്ങൾ മാറുന്നതാണ്. ഈ വാക്കുകളോടുകൂടി ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും തൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ, നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ, നിങ്ങളുടെ പ്രതിജ്ഞയെ ജീവിതം മുഴുവനും പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് അതിമുറട്ടെ. അള്ളാഹു ഈ മതത്തെയും സമൂഹത്തെ നന്മയിൽ മുന്നേറുന്നവരും ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം അനുസരിച്ച് മുന്നേറുന്നവരായി നിങ്ങൾ മാറട്ടെ. ലോകം ഇത് കാണുമാറാകട്ടെ. ഇനി എന്നോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുക. ദുആ ആരംഭിക്കുന്നു. آمين.
എല്ലാം കഴിഞ്ഞില്ലേ? फिर घर जाएंगे। लंदन से ज़्यादा आई हैं कि बाहर से भी आई हैं? बहुत different regions से आया है, तो all regions representative from all regions. All across the country.